അല്ല, ആകാശേട്ടൻ ഓഫീസിൽ പോകുന്നുണ്ടോ? ഓഫീസിൽ പോകുന്നുണ്ടോന്നോ? നല്ല കഥയായി. ആ, എങ്കിൽ നിക്ക്, ഞാൻ വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം. കഴിച്ചിട്ട് പോയാൽ മതി. ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. ദേ കണ്ടില്ലേ മേഡം പോയത്. ഞാനെങ്ങാനും ഇനി വൈകിച്ചെന്നാ അത് മതിയാകും മേഡത്തിന് ഇന്ന്. അല്ല കൊച്ചേട്ടാ, ഇവിടെ ആരാ ഗസ്റ്റ് വന്നേക്കുന്നത്? അത് അച്ഛൻ്റെ ഏതോ പഴയ സുഹൃത്തും അമ്മയൊക്കെ. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ പോട്ടെ, സമയം പോയി. അതൊക്കെ എങ്ങനെ ഓർമ്മ കാണാനാ ബാല? കൃത്യമായിട്ട് പറഞ്ഞ ആ സംഭവം കഴിഞ്ഞിട്ട് 49 വർഷമായില്ലേ? ദ്രൗപദിയമ്മേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ ഇളയ മരുമകള്, ഇതാണ് ആ മഹതി. ചാരു ചേച്ചിയെ ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം. നിങ്ങൾക്ക് ചാരുവിനെ നേരത്തെ അറിയാന്നോ? അതെങ്ങനെ? ആ വെളിച്ചപ്പാട് ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടതിന് ശേഷം ഞങ്ങൾക്ക് പോകേണ്ട തൃക്കണ്ണൂർ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഞങ്ങളെ വഴി കാണിച്ചുകൊണ്ട് പോയത് ബാലന്റെ ഈ മരുമോളാ. ആഹാ, അത് കൊള്ളാലോ. ബാലചന്ദ്രന്റെ മകളായതുകൊണ്ട് പറയുകയല്ല. ഞങ്ങളാകെ വിഷമിച്ചു നിൽക്കുമ്പോ ഇറങ്ങി വന്ന് ഞങ്ങളോടൊരു നല്ല വാക്ക് പറഞ്ഞതും വെളിച്ചപ്പാട് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെ ഇറക്കി വിട്ടതെന്നും സമാധാനിപ്പിച്ചത് ഈ മോളാ. മിടുക്കിയാണ് അവള്. ഇന്ന് നടന്ന മുഴുവൻ കാര്യങ്ങളും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദൈവം എന്തൊക്കെയോ കണക്ക് കൂട്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയത് പോലുണ്ടല്ലോ ബാല. അതേ ഗോവിന്ദ, എന്നെ മനസ്സ് പറയുന്നു. കൃത്യസമയത്ത് തന്നെയാണ് എന്റെ ദ്രൗപദി അമ്മയും പരമേശ്വരനെയും എന്റെ അരികിലേക്ക് ദൈവം എത്തിച്ചിരിക്കുന്നത്. എങ്ങോട്ടേക്കാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് വന്നേനല്ലോ. അതിന് മോള് ഞങ്ങളുടെ ബാലന്റെ മരുമകളാണെന്ന് ഞങ്ങൾക്കറിയത്തില്ലല്ലോ. അയ്യോ, അല്ല ബാലമാമേ, ഇവരൊക്കെ ആരാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇത് പരമേശ്വരൻ, ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാ. ഇത് ദ്രൗപദി അമ്മ, എന്റെ വളർത്തമ്മയാ. പരമേശ്വരന്റെ അമ്മ. ഇതെന്റെ ഭാര്യ, അത് മകള്, ഇതെന്റെ പെങ്ങടെ മകൻ. ചാരുമോളെ, എന്തെങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു? ഇതല്ലല്ലോ പതിവ് രീതി. എന്താ ബാലമാമേ? സാധാരണ വീട്ടിൽ വിരുന്നുകാർ വന്നാ മോൾ എന്താ ചെയ്യാറ്? അശ്ശോ, ഞാനതൊന്ന് മറന്നു. ഞാൻ കുടിക്കാൻ ചായ എടുക്കാം. ചായ വേണോ അതോ കോഫി വേണോ? ചായ മതി മോളെ. പക്ഷേ എനിക്ക് വേണ്ട, ഇവർക്ക് 4 പേർക്കും എടുത്താ മതി. എങ്കില് മുത്തശ്ശിക്ക് ഞാൻ തണുത്ത എന്തെങ്കിലും എടുക്കട്ടെ? ഞങ്ങളുടെ ഫാമിലെ തന്നെ പശുക്കളുടെ പാല് കൊണ്ടുണ്ടാക്കുന്ന മോരുണ്ട്. വേണ്ട മോളെ, എനിക്കൊന്നും വേണ്ട. ഞാനൊരു കഠിന വ്രതത്തിലാ ബാലേന്ദ്ര. ഉള്ളിലൊരാഗ്രഹം, അത് സാധിച്ചതിന് ശേഷം മാത്രമേ
വ്രതം മുറിക്കൂന്നുള്ള ഉറച്ച തീരുമാനത്തിലാ ഞാൻ. സാധാരണ ഞാൻ അന്യവീടുകളിൽ നിന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല, പ്രത്യേകിച്ചും സ്ത്രീകളുള്ള വീട്ടിൽ നിന്ന്. സ്വയം പാകം ചെയ്ത് കഴിക്കലാണ് ശീലം. പിന്നെ യാത്രയിലും ഇതുപോലുള്ള അവസരങ്ങളിലും ശുദ്ധവും വൃത്തിയുള്ള എവിടുന്നെങ്കിലും ഭക്ഷണം കഴിക്കും.